Hello students. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കാം. Okay. Any operation that results in two or more outcomes is called an experiment. Experiment ആണ്. Next, when all the outcomes of an experiment can be enumerated, but which particular outcome will result is not known. The experiment is called random experiment. Okay. Any operation that results in two or more outcomes is called experiment. അല്ലേ? Any operation. അപ്പോൾ ഏതൊരു ഓപ്പറേഷൻ ആയിക്കോട്ടെ അതിന് നമുക്ക് ടൂവോ അല്ലെങ്കിൽ ടൂവിൽ കൂടുതൽ റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പറയുക എക്സ്പെരിമെൻ്റ് എന്നാണ്. പക്ഷേ കിട്ടുന്ന റിസൾട്ട് ഓക്കെ ദാറ്റ് ഇസ് എക്സ്പെരിമെൻറ്റ്. ബട്ട് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റിസൾട്ട് ഇസ് നോട്ട് നോൺ. അല്ലേ? നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തോ ആയിക്കോട്ടെ ആ റിസൾട്ട് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇറ്റ് മേ ബി ഹെഡ്സ്, ഇറ്റ് മേ ബി ടെയിൽസ്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ട്രയൽസിനെയാണ് എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ റിസൾട്ട് ഇസ് നോട്ട് നോ ദെൻ ദാറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഇസ് കോൾഡ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഓക്കെ. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്താണ്, റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ്. അടുത്തത് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ്, ഓൾ ദ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഫോംസ് ദ സാമ്പിൾ സ്പേസ്. അതായത് നമുക്ക് ഒരുപാട് ഒരു ഡൈ ടോസ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് വരാം? 1, 2, 3, 4, 5, 6 അല്ലേ? അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് വരാം. അപ്പോൾ ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എൻ ഓപ്പറേഷൻ ദാറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഇപ്പം 2 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിലോ HH, HT, TH ആൻഡ് TT അല്ലേ? അപ്പം നമുക്ക് ഇതാണ് സാമ്പിൾ സ്പേസിൽ നമ്മൾ എഴുതുക. സാമ്പിൾ സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് S എന്നുള്ള ലെറ്ററിലാണ്. പിന്നെ നമ്മൾ ഫ്ലവർ ബ്രാക്കറ്റിലാണ് എഴുതുകയും ചെയ്യുക. ഇത് കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് റിസൾട്ട് നമ്മൾ S ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ HH, HT, TH, TT. അതായത് 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ രണ്ടിലും ഹെഡ്സ് വരാം, ഒന്നിൽ ടെയിലും മറ്റേതിൽ ഹെഡ്സും വരാം, അല്ലെങ്കിൽ ഇതിൽ ഹെഡ്സും ഇതിൽ ടെയിലും വരാം, അതിൽ ടെയിലും വരാം. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ആ 4 ഓപ്ഷൻസ് നല്ല വിശദീകരിച്ചിട്ട് നമ്മൾ കോമയൊക്കെ ഇട്ട് ഫ്ലവർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഓക്കെ. ഏതാണ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഇൻ ദ ഓപ്പറേഷൻ ഇസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരു കോയിനാണ് ടോസ് ചെയ്യണമെങ്കിലോ നമുക്ക് S എന്ത് വരും? S ഇസ് ഈക്വൽ ടു HT എന്ന് വരും അല്ലേ? H അല്ലെങ്കിൽ T. ഇനി ഡൈ ടോസ് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 ഇത്രയാണ് ഓപ്ഷൻസ് വരുന്നത്. 3 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നതെങ്കിലോ S ഇസ് ഈക്വൽ ടു HHH, HTH, HTT, HHT. എച്ചിനെ കൊണ്ടുള്ളത് മുഴുവൻ എഴുതിയില്ലേ? അടുത്തത് TTT, THT, TTH, THH കഴിഞ്ഞോ? ഇത്രയല്ലേ ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8. യെസ്. ഓക്കെ. അപ്പോൾ സാമ്പിൾ സ്പേസ് നമുക്കതങ്ങനെ വിശദീകരിച്ചിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ സാമ്പിൾ സ്പേസ് എന്താണെന്ന് പറഞ്ഞു. റാൻഡം എക്സ്പെരിമെൻറ്റ് പഠിച്ചു, സാമ്പിൾ സ്പേസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവൻ്റ് ആണ്. ഇവൻ്റ് എന്താണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദ എക്സ്പെരിമെൻ്റ് ആണ് എന്ത് സാമ്പിൾ സ്പേസ് പഠിച്ചതെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റ്, അതായത് അതിൽ ഒരു എണ്ണം 1 പോസിബിൾ ഔട്ട്കം ഓഫ് ദ ടോട്ടൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഇവൻ്റ്. ഓക്കെ. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ 1 or more possible outcomes of an experiment are set to form an event. That is any subset of the sample space of an event. അതായത് ഇപ്പോൾ ഒരു കോയിൻ ടോസ് 2 കോയിൻ ടോസ് ചെയ്തു ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ഇവൻറ്റ്സ് ആണ് ഉണ്ടാവാൻ പറ്റിയത്? ഒന്നുകിൽ 2 ഹെഡ്സ് എപ്പിയർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരാം, അല്ലെങ്കിൽ 1 ഹെഡ് എപ്പിയർ ഓപ്ഷൻ വരാം, അല്ലെങ്കിൽ 2 ടെയിൽസ് എപ്പിയർ ചെയ്യുന്ന ഓപ്ഷൻ വരാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഇതെല്ലാം എന്താണ്, ഇതൊക്കെ ഇവൻറ്റ്സ് ആണെന്ന് പറയാം. ഓൾ പോസിബിൾ ഔട്ട്കംസ് പറയുമ്പോൾ സാമ്പിൾ സ്പേസ് ആവും. അതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 1, 2 ഇതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇവൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് സിമ്പിൾ ഇവൻറ്റ് എന്താണെന്ന് നോക്കാം. സിമ്പിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ ഇവൻറ്റ് ഇസ് സെറ്റ് ടു ബി സിമ്പിൾ ഇഫ് ഇറ്റ് കറസ്പോണ്ട്സ് ടു എ സിംഗിൾ പോസിബിൾ ഔട്ട്കം ഓഫ് എൻ എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 2 കോയിൻ ടോസ് ചെയ്തു എന്ന് പറഞ്ഞു. 2 കോയിൻ ടോസ് ചെയ്യുമ്പം 2 ഹെഡ്സ് വരാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ഇവൻ്റ്. അത് ഒരെണ്ണേ ഉള്ളൂ, HH എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് വരാം?
HH, HD, TH, TD. ഞാൻ പറയാണ് 2 heads appears. അത് തന്നെ ആകെ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ, HH മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയാം 2 tails appears. Is only one chance. ഓക്കെ. കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് the joint occurrence of 2 or more simple events is called a compound event. Joint occurrence of 2 or more single events. അതായത് ഇപ്പോൾ പറയാണ് what is the probability of getting at most 2 heads? At most 2 heads എന്ന് പറഞ്ഞാൽ അവിടെ ഏതൊക്കെ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞു? 0 heads വരും, 1 head വരും, 2 heads വരും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് വന്നു കഴിഞ്ഞു. അതായത് ഏതൊക്കെ വരാം? TT വരാം, TH വരാം, HT വരാം, HH വരാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഒരുമിച്ച് വന്നു അല്ലേ? അപ്പം ഇനി നമുക്ക് അടുത്ത 2-3 ടേംസും കൂടെ പഠിക്കാം. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്താണ്? എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്താണ്? ഓക്കെ. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡോ ടെയിലോ വരാം അല്ലേ? അതിന് ഈക്വൽ ചാൻസ് ആണുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറേ ലോട്ടറി ടിക്കറ്റ്സ്, കുറേ നമ്പേഴ്സ് എല്ലാം കൂടെ ഇട്ടിട്ട് ഷഫിൾ ചെയ്തിട്ട് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ എല്ലാ ലോട്ടറി ടിക്കറ്റ്സിനും ഈക്വൽ ചാൻസ് ആണ് കിട്ടുന്നത്. ഏതെങ്കിലും ഒന്നിന് എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്. അല്ലാണ്ട് നമ്മൾ ഒരു ഭാഗത്തേക്ക് അത് മാറ്റി വെച്ച് അവിടുന്ന് മാത്രം എടുക്കുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഈക്വലി ലൈക്ലി. ഈച്ച് ആൻഡ് എവറി മെമ്പർ ഹാസ് ഈക്വൽ ചാൻസ്. ദാറ്റ് ഈസ് ഈക്വലി ലൈക്ലി. Equally likely events, 2 or more outcomes of an experiment are said to be equally likely if any one of them cannot be expected to occur in preference to the others. ഓക്കെ. മറ്റുള്ള ഒരാൾ വന്നതുകൊണ്ട് ഞാൻ മറ്റേ ആളെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അയാളെ ഞാൻ എടുത്തത് കൊണ്ട് ഇയാളെ ഞാൻ എടുക്കുന്നില്ല, അങ്ങനെ ഒരു ഓപ്ഷൻസ് വരുന്നില്ല. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 40 പേരിൽ 40 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ. ആ ക്ലാസ്സിൽ ആരെ വേണം ഒരു ലീഡറായിട്ട് സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്. ആര് വേണമെങ്കിലും ടീച്ചർ പറയാണ് വേണമെങ്കിൽ ലീഡർ ആവാം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള 40 കുട്ടികൾക്കും ഈക്വൽ ചാൻസ് ആണ് ആർക്ക് വേണമെങ്കിലും ലീഡർ ആവാന്നുള്ളത്. ഓക്കെ. അപ്പം അങ്ങനെയുള്ളതിനെയാണ് പറയുന്നത് ഈക്വലി ലൈക്ലി എന്ന്. അടുത്തത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്നാൽ 2 events are said to be mutually exclusive if the occurrence of one prevents the occurrence of the other. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ അല്ലേ? രണ്ടും കൂടെ ഒരുമിച്ച് വരുമോ? ഇല്ല. രണ്ടും കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹെഡും ടെയിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് ഡിസ്ജോയിൻറ്റ് സെറ്റ് ആയിരിക്കും അല്ലേ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല. ഒരു കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഹെഡ് തന്നെ വരും അല്ലെങ്കിൽ ടെയിൽ തന്നെ വരും. ഈ ഹെഡും ടെയിലും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സംഭവം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതായത് ഇഫ് ദ occurrence of one prevents the occurrence of the other. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H∩T = 5. അതായത് എച്ചും ടെയിലും കൂടെ ഒരുമിച്ചിട്ട് ഒരു ത്രോയിൽ നമുക്ക് കിട്ടൂല. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 ആണ് കിട്ടുക. കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഇതിൽ നമുക്ക് ഈക്വലി ലൈക്ലി നമുക്ക് ഏത് വേണമെങ്കിലും അല്ലെ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എച്ചും ടിയും വരാനുള്ള ചാൻസ് ഈക്വൽ ചാൻസ് ആണ്. ഇവിടെയാണെങ്കിലോ ഇത് എച്ചും ടിയും കൂടെ ഒരുമിച്ച് വരില്ല. അതാണ് ഈക്വലി ലൈക്ലി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇനി എക്സോസ്റ്റീവ് ഇവൻറ്റ്. എക്സോസ്റ്റീവ് ഇവൻറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. ഇപ്പോൾ ഒരു കോയിൻ അല്ലെങ്കിൽ കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് വരും? ഹെഡ് വരാം, ടെയിൽ വരാം അല്ലേ? അപ്പം 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇനിയിപ്പം ഒരു ഡൈ ടോസ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് വരും? 1, 2, 3, 4, 5, 6. അപ്പോൾ എത്ര ചാൻസസ് വന്നു, കേസസ് വന്നു? 6 അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ. ഓൾ പോസിബിൾ ഔട്ട്കംസ് പറയുന്നത് എന്താണ്? സാമ്പിൾ സ്പേസ്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഏതൊക്കെ കേസസ് ആണ് വരുന്നത്? ഒന്നുകിൽ 1, 2, 3, 4, 5, 6. അത് ഇങ്ങനെയാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് സാമ്പിൾ സ്പേസ് ആവും അല്ലേ? പക്ഷെ അത് നമ്പർ ഓഫ് കേസസ് മൊത്തം എത്ര കേസസ് ഉണ്ട്? 6 കേസസ്. 6 കേസസ് നേടി കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എക്സോസ്റ്റീവ് ഇവന്റ്. അപ്പോൾ എക്സോസ്റ്റീവ് ഇവന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവന്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താർത്ഥം? Mutually, number of events is said to be mutually exclusive and exhaustive event if every 2 of them are mutually exclusive and one of them necessarily occurs in any trial. അതായത് നമ്മളിപ്പോൾ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എടുത്തു. ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയാം 52 കാർഡ്സ് അല്ലേ? അപ്പോൾ അതിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡ് ഓഫ് സ്പേഡ്, കാർഡ് ഓഫ് ക്ലബ്സ്, കാർഡ് ഓഫ് ഡയമണ്ട് ആൻഡ് കാർഡ് ഓഫ് ഹാർട്ട്.
4 വ്യത്യസ്ത രീതിയിലാണ് വരാൻ പറ്റുന്നത്. അതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് വരികയും ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം 3 കോയിൻസ് ടോസ് ചെയ്തു. 3 കോയിൻസ് ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് കേസസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് 3 ഹെഡ്സ് വരാം, അല്ലെങ്കിൽ 2 ഹെഡ്സ് വരാം, അല്ലെങ്കിൽ 1 ഹെഡ് വരാം, അല്ലെങ്കിൽ 0 ഹെഡ്സ് വരാം, അല്ലേ? ഇത് 4 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് കേസസ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എണ്ണം കൂടെ ഒരുമിച്ച് വരില്ല, അല്ലേ? അതിപ്പോൾ ഏത് 2 എണ്ണം എടുത്താലും അങ്ങനെ തന്നെയാണ്, ഒരുമിച്ച് വരില്ല, അല്ലേ? ഒന്നുകിൽ 3 ഹെഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 ഹെഡ്സ് ആയിരിക്കാം, ഒരു ഓപ്ഷൻ ആവാം, അല്ലെങ്കിൽ 1 ഹെഡ് ആവാം, അല്ലെങ്കിൽ 0 ഹെഡ്സ് ആവും, അല്ലേ? ഒരു ഹെഡും ഇല്ലാത്ത, അതായത് ടെയിലാവും. അപ്പോൾ അങ്ങനെയുള്ള കേസസിനെയാണ് എന്ത് പറയുക? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് കേസസ്. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എല്ലാ ഓപ്ഷൻസും കൂടെ വന്നത്. 3 ഹെഡ്സും 2 ഹെഡ്സ് 1 ഹെഡ്സ് 0 ഹെഡ്സ്, ഈ 4 ഓപ്ഷൻസ് കൂടാതെ വേറൊരു എക്സാമ്പിൾ നമുക്കൊരു പോസിബിൾ ആയിട്ട് കിട്ടുമോ അതിൻ്റെ അകത്ത്? അതായത് ഒരു സാമ്പിൾ സ്പേസ് എടുക്കുകയാണെങ്കിൽ, ഒരു 3 കോയിൻസ് ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാം 3H വരാം, HTH വരാം, HHT വരാം, HTT വരാം, THT വരാം, TTT വരാം, TTH വരാം, THT വരാം, അല്ലേ? അങ്ങനെ 8 ഓപ്ഷൻസ് ആണ് നമുക്ക് മാക്സിമം ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻസിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെയാക്കി ഡിവൈഡ് ചെയ്തൂടെ? 3 ഹെഡ്സ് 2 ഹെഡ്സ് 1 ഹെഡ്സ് 0 ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 ഓപ്ഷൻ ആക്കി ഇട്ടൂടെ? അതിനാണ് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്. ഓക്കെ, അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണ്, ഈക്വലി ലൈക്ലി എന്താണ്, എക്സോസ്റ്റീവ് എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്താണ്, ഇത്രയും നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് 2 ഇവൻറ്റ്സ്. Events are dependent if outcome of one event affects the outcome of the other. Okay? Independent പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡ് ഒരുമിച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 events are independent if the occurrence of one does not affect the probability of occurrence of the other. ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന് ഒരു ഇവൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുമ്പം അത് പ്രീവിയസ് ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. ഒരു ഇവൻറ്റ് നമ്മൾ ചെയ്യുമ്പം അതിന് വേറൊന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. അതായത് ഇപ്പം ഞാനൊരു വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് കാർഡ്സ് എടുത്തു, അതായത് 52 കാർഡ്സ് എടുത്തു, ഷഫിൾ ചെയ്തു, എന്നിട്ട് ഞാനൊരു കിങ് എടുത്തു. അപ്പോൾ കിങ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ടോട്ടൽ 4 കിങ്സ് ഉണ്ടാവും, അല്ലേ? അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാനത് വേണമെങ്കിൽ ഫുള്ളായിട്ട് പരിചയപ്പെടുത്തരാം. ചിലർക്ക് കാർഡ്സ് തന്നെ അറിയലുണ്ടാവില്ല. അപ്പം ഇപ്പോഴത്തെ കളികളിൽ പെട്ടതല്ലല്ലോ കാർഡ്സ്. ഞങ്ങളുടെ പ്രായത്തിൽ ചെറുതാകുമ്പോഴൊക്കെയാണ് നമ്മൾ കാർഡ്സിൽ കളിച്ചത്. അപ്പം ഇന്ന് നിങ്ങൾക്ക് കാർഡ്സൊക്കെ ഒരു ഗെയിം, കമ്പ്യൂട്ടറിൽ ചിലൊരു ഗെയിം ഉണ്ടല്ലേ, ഓക്കെ, അത്ര മാത്രമേ അറിയുള്ളൂ. കളിച്ചവർക്ക് അറിയാം, അല്ലാത്തവർക്ക് കാർഡ്സ് ഏതൊക്കെയാണ് എന്നൊന്നും അറിയില്ല. ഞാൻ അതിനായിട്ടൊരു ക്ലാസ് ഇടാം എന്തായാലും. ഇപ്പം ഞാൻ പറയാം, ഇതിലിപ്പം ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് പറയുമ്പോൾ 4 കിങ് ഉണ്ടാവും. ഓക്കെ, കിങ്, ജാക്ക്, ക്വീൻ, കിങ്, എയ്സ്, കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 2 to 10 നമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വെൽ ഷഫിൾഡ് കാർഡ്സിന്ന് ഒരു കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പം കിങ് എന്ന് പറയുന്നത് 4 ആണ്. 4 കിങ്സ് ഉണ്ടാവും ഔട്ട് ഓഫ് 52 കാർഡ്സ്, അല്ലേ? അപ്പോൾ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇപ്പം ഇത്ര മാത്രം പറഞ്ഞാൽ മതി. 52 കാർഡ്സ് ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ്. അതിൽ 4 കിങ്സ് ഉണ്ട്. ആ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 4/52. അത് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലേ? അതായത് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ് അത്. അപ്പോൾ ഗെറ്റിംഗ് എ കിങ് ഇസ് എ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. ഓക്കെ, ഇനി ഞാൻ ആ കിങ് എടുത്ത് മാറ്റി വെച്ചു, വീണ്ടും ഷഫിൾ ചെയ്തു. ഇനി എനിക്ക് കിങ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എന്തായി? അത് നേരത്തെ കാർഡുമായിട്ട് ഞാനത് കണക്ഷൻ വന്നു കഴിഞ്ഞു, അല്ലേ? നേരത്തെ ഞാൻ എടുത്തു വെച്ച കാർഡും കിങ് ആണ്. അപ്പോൾ ഇനി കിട്ടാനുള്ള കിങ്ങിൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ എത്രയായി? ഔട്ട് ഓഫ് ടോട്ടൽ എത്രയായി മാറും? ഈ 52 കാർഡ്സ് ഉണ്ടോ? അപ്പം ഇല്ല, ഒരു കാർഡ് എടുത്ത് മാറ്റി വെച്ചില്ലേ. അപ്പം അവിടെ ഇനി ബാക്കി 51 കാർഡ്സേ ഉള്ളൂ. അതിൽ കിങ്ങും എന്തായി? കിങ് ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കിങ് 4 എണ്ണം ഒട്ടാകെ ഉണ്ടായിരുന്നു, അതിലൊന്ന് മാറി എന്ന് പറഞ്ഞാൽ എത്രയും 3 എണ്ണമായി. ഓക്കെ, 3/51 ചാൻസ് ആയി മാറി ചുരുക്കം, അല്ലേ? അതായത് ആദ്യത്തെ റിസൾട്ടിനെ ബാധിച്ചു രണ്ടാമത്തെ റിസൾട്ട്. ആ രണ്ടാമത്തേനാണ് എന്ത് പറയുന്നത്? ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. ആദ്യത്തെ ഇവൻ്റ് എന്താണ് പറയുന്നത്? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. ആദ്യം 4 കാർഡ്സിൽ ഏത് വേണമെങ്കിലും എടുക്കാം, ചോയ്സ്, അല്ലേ? അവിടെ നമുക്ക് 4 കാർഡ്സിൽ ഏത് വേണമെങ്കിലും 4C1, അല്ലേ? ഏത് വേണമെങ്കിലും ആവായിരുന്നു. ഔട്ട് ഓഫ് 4 കാർഡ്സ് എനി 1 ഓഫ് ദം ക്യാൻ ബി ചോസൺ. പക്ഷേ നെക്സ്റ്റ് ടൈം ഞാൻ ആ കാർഡ് എടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു കിങ് എടുക്കാനുള്ള ചാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി?
ആ 4 കാർഡ്സിൽ ഒരെണ്ണം ഓൾറെഡി മിസ്സായി, അപ്പോൾ 3 ചാൻസസ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ആരെ ഡിപ്പെൻഡ് ചെയ്തു? ആദ്യത്തെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തു. സോ ദാറ്റ് ഈസ് കോൾഡ്, സെക്കൻഡ് വൺ ഇസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. അപ്പോൾ ഇനി ഒന്നുകൂടെ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെന്താണ്? Events are dependent if outcome of one event affects the outcome of another. പിന്നെ കിങ് ആക്കിയിട്ട് പറയും, ഇവിടെ 4 കിങ്ങിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അല്ലേ? ആ കിങ്ങിൽ ഒരു കിങ്ങാണ് എടുത്ത് ഞാൻ മാറ്റി വെച്ച്, പിന്നെ വീണ്ടും എനിക്ക് കിട്ടണമെങ്കിലോ, പിന്നെ ഇവിടെ എനിക്ക് ആകെ 3 കിങ്ങേ ബാക്കിയുള്ളൂ. കാർഡ്സിൻ്റെ എണ്ണവും കുറഞ്ഞു. ടോട്ടൽ 42 കാർഡ്സ്, അല്ല സോറി 52 കാർഡ്സ് ഉണ്ടായിരുന്നു. വീണ്ടും അത് ഒന്നായിട്ട് കുറഞ്ഞ് 51 കാർഡ്സ് ആയിട്ട് മാറും. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന്. ഷുവർ ഇവൻറ്റ് അല്ലെങ്കിൽ സെർട്ടൺ ഇവൻറ്റ്, ആൻ ഇവൻറ്റ് ഷുവർ ടു ഹാപ്പൺ. ഇപ്പോൾ 10 ഓറഞ്ച് ക്യാൻഡി ഉണ്ട് ഒരു ബാഗിൽ, ആ 10 എണ്ണത്തിന് എനിക്കൊരു ഓറഞ്ച് ക്യാൻഡി കിട്ടാനുള്ള ചാൻസ് തന്നെ ഇറ്റ് ഇസ് ഷുവർ ചാൻസ് അല്ലേ? നെക്സ്റ്റ് ഇമ്പോസിബിൾ ഇവൻറ്റ്. ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ് ഇസ് ആൻ ഇവൻറ്റ് ദാറ്റ് ക്യാൻ നോട്ട് ഹാപ്പൻ. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഗേൾസ് ഹോസ്റ്റൽ എടുക്കുകയാണ്. ഗേൾസ് ഹോസ്റ്റലിൽ ഒരു മെന്നിനെ കിട്ടുമോ? ഒരു ബോയിനെ കിട്ടുമോ? ഇല്ല. അപ്പം അതൊരു ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഓറഞ്ച് ക്യാൻഡീസ് എടുത്തു. ഈ ഓറഞ്ച് ക്യാൻഡീസ് 10 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് എനിക്കൊരു ലെമൺ ക്യാൻഡി കിട്ടണം എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് പോസിബിൾ? നോ. സോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. 0 ആണ് ചാൻസ് അല്ലേ? അപ്പോൾ അതിന് പറയാം ഇമ്പോസിബിൾ ഇവൻറ്റ്. ഇനി ഷുവർ ഇവൻറ്റ് നമ്മളെപ്പോഴും 1 ആണ് മാക്സിമം ആയിട്ട് എടുക്കുന്നത് അല്ലേ? ഷുവർ 10 ഔട്ട് ഓഫ് 10. മറ്റേതിനാണെങ്കിലോ ഇമ്പോസിബിൾ ആണെങ്കിലോ അപ്പം ഒരു പോസിബിലിറ്റിയേ ഇല്ല. ദാറ്റ് മീൻസ് 0 ഔട്ട് ഓഫ് 10 അല്ലേ? അപ്പം ഷുവർ ഇവൻറ്റ് നമ്മളെപ്പോഴും പറയുക 1 ആണ് മാക്സിമം ആയിട്ട് പറയുന്നത്. 1. ഓക്കെ. അപ്പോൾ പോസിബിലിറ്റീസ് എപ്പോഴും നമ്മൾ എന്താക്കിയിട്ടാണ്? ഷുവർ ഇവൻറ്റ് ആണെങ്കിൽ 1 എടുക്കും, ഇമ്പോസിബിൾ ആണെങ്കിൽ നമ്മൾ 0 എടുക്കും അല്ലേ? ഇനി അൺസർട്ടൺ ഇവൻറ്റ്. വാട്ട് ഇസ് അൺസർട്ടൺ ഇവൻറ്റ്? മേ ഓർ മേ നോട്ട് ഹാപ്പൻ. ഇന്ന് മഴ പെയ്യൂലേ? മേ ഓർ മേ നോട്ട് ഹാപ്പൻ. ചാൻസസ് അത് ഒരു ഡോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുമോ ടെയിൽ കിട്ടുമോ? ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അത്. കറക്റ്റായിട്ടുള്ളൊരു ആൻസർ പറയാൻ അറിയുന്നില്ലെങ്കിൽ എപ്പോഴും അത് നമ്മൾ അൺസർട്ടൺ ഇവൻ്റ് ആയിട്ട് എടുക്കാം. അത് നമ്മൾ പ്രോബിലിറ്റി ആക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 0ൻ്റെയും 1ൻ്റെയും ഉള്ളിലുള്ള വാല്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു 2 എന്നൊരു വാല്യൂ കിട്ടൂല. അതുപോലെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു -1 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടൂല. അപ്പോൾ പ്രോബബിലിറ്റി എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് 0ൻ്റെയും 1ൻ്റെയും ഉള്ളിലുള്ള വാല്യൂസ്. മാക്സിമം 1, മിനിമം 0. അതിൻ്റെ ഇടയിൽ ഏത് വേണമെങ്കിലും. അപ്പം അൺസർട്ടൺ ഇവൻറ്റ്സ് എപ്പോഴും നമ്മൾ എടുക്കുക 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of A എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം മാക്സിമം എത്രയാണ് വരുന്നത്? ഷുവർ ഇവൻ്റ് ആണെങ്കിൽ എത്ര വരുന്നത്? 1. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 1. ഇമ്പോസിബിൾ ഇവൻ്റ് ആണെങ്കിൽ റെപ്രസെൻറ്റഡ് ആസ് 0. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അൺസർട്ടൺ, നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ 1 വരാനുള്ള ചാൻസ് എത്രയാണ്? ഔട്ട് ഓഫ് 6 1 കിട്ടാനുള്ള ചാൻസ് 1/6. 1/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 ഉള്ളിലുള്ള ഒരു വാല്യൂ അല്ലേ? 1/6 എന്ന് പറഞ്ഞാൽ യെസ്. അപ്പോൾ 0.1 സംതിങ് വരും അല്ലേ? 0.1666 അങ്ങനെ പോകും. അപ്പോൾ അങ്ങനത്തെ വാല്യൂസ്, അതായത് 1ൻ്റെയും 0ൻ്റെയും ഉള്ളിലുള്ള വാല്യൂസ് നമ്മളിനി കണക്കുകളിലേക്ക് പോവുകയാണ്. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രയും ടേംസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി. കാരണം ഇതൊക്കെ നമുക്ക് ഇനി ഈ പ്രോബ്ലത്തിലൊക്കെ ചെയ്യാൻ ആവശ്യമുണ്ടായിട്ട് വരും. ഡിപ്പെൻഡൻ്റ് എന്താണ്, ഇൻഡിപെൻഡൻ്റ് എന്താണ്, അതുപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണ്, എക്സോസ്റ്റീവ് എന്താണ്, ഈക്വലി ലൈക്ലി എന്താണ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് മുന്നോട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.